ശ്രേയച്ചിയുടെ ഈ നാടകം ഇനി അനുഭവിച്ചൂടാ. ഗൗരി ചേച്ചിയുടെ പേരും പറഞ്ഞ് എന്നെയും മഹിയേട്ടനെയും തമ്മിൽ അകറ്റാനാ ശ്രേയച്ചിയുടെ ശ്രമം. അത് ഞാൻ അനുവദിക്കില്ല. അപ്പോ മന്ത്രവാദിയെ കൊണ്ടുവരണമെന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതല്ലേ നല്ലത്? അത് വേണ്ട, മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജ നടത്തിയാ മതി. ഗംഗയ്ക്ക് ഇന്നാള് വയ്യാതെ വന്നു എന്ന് പറഞ്ഞ് അവര് മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഗംഗയെ തല്ലിച്ചല്ലോ. അപ്പൊ അത് തന്നെ ശ്രേയയ്ക്കും മതി. അതല്ല മാളു, ഈ മന്ത്രവാദവും പൂജയും കൊണ്ട് അസുഖമൊന്നും മാറില്ല. അവര് കാണിക്കുന്ന പോലെ വിവരക്കേട് നമ്മൾ കാണിക്കണം. എനിക്കും മാളുവിന്റെ അഭിപ്രായം തന്നെയാ മഹിയേട്ട. ഇവിടെ ഓരോ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് പൂജയിലൂടെയും വഴിപാടിലൂടെയൊക്കെ തന്നെയല്ലേ. പിന്നെ ശ്രേയച്ചിയുടെ ഇപ്പോഴത്തെ ഈ അസുഖം ഒരു ഡോക്ടർ വിചാരിച്ചാൽ മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല മഹിയേട്ട. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കും. അതെനിക്കറിയാം. എന്റെ അമ്മ ഒരിക്കലും ശ്രേയുടെ ശരീരത്തിൽ കേറില്ല. എന്റെ അമ്മയ്ക്ക് ശ്രേയ ഇഷ്ടമല്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഇഷ്ടമല്ലാത്തവരെ, എന്നെ സ്നേഹിക്കാത്തവരെ അമ്മ ഇഷ്ടപ്പെടില്ല. പിന്നെ എങ്ങനെ എന്റെ അമ്മ ശ്രേയുടെ ശരീരത്തിൽ കയറും? അതാ ഞാൻ പറഞ്ഞത്, ശ്രേയ ചെയ്യുന്നത് മുഴുവൻ കള്ളമാണെന്ന്. അത് പൊളിക്കാൻ പൂജ തന്നെയാ വേണ്ടത്. അപ്പൊ അതാണല്ലേ കാര്യം. ശ്രേയെ തല്ലുകൊള്ളിക്കാനുള്ള പ്ലാനിലാണോ രണ്ടാളും? ആരെയും ഉപദ്രവിക്കാനൊന്നും അല്ല മഹിയേട്ട. പക്ഷെ ഇനിയും ഈ അഭിനയം അനുവദിച്ചു കൊടുത്താ ശരിയാവില്ല. അതാ ഞാനും ഇതിനെ അനുകൂലിക്കുന്നത്. ശ്രേയക്ക് തല്ലുകൊള്ളുന്നതില് അച്ഛന് സങ്കടമുണ്ടോ? ഇല്ലല്ലോ, പിന്നെന്തിനാ അച്ഛൻ തടയുന്നത്? അയ്യോ, എനിക്കൊരു വിഷമവുമില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ഗൗരിയുടെ പേരിൽ ഇങ്ങനെയൊരു നാടകം. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ പൂജ നടത്താം. ഈ കാര്യം ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അത് മതി, നല്ല അച്ഛൻ. കണ്ടു ഗംഗേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ അനുസരിക്കുന്ന. പിന്നെ എന്റെ മോള് പറഞ്ഞ അച്ഛൻ കേൾക്കാതിരിക്കുവോ? പോരാ. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഇവിടെ എത്തിക്കാൻ തിരുമേനി പറഞ്ഞിരുന്നു. എടുത്തു വെച്ചോളൂ. അതാ ബില്ല്. എല്ലാം എടുത്ത് വയ്ക്കുമ്പോഴേക്കും ഞാൻ ക്യാഷ് എടുത്തുകൊണ്ട് വരാം. ഓ ശരി.
എന്താ ഇതൊക്കെ? ആ, ഇതൊക്കെ പൂജയ്ക്കുള്ള സാധനങ്ങളാ. പൂജയ്ക്കോ? അതെ, എന്ത് പൂജ? ശ്രേയ ചേച്ചിയുടെ ദേഹത്ത് ഗൗരി ചേച്ചിയുടെ ആത്മാവ് വന്നു പോകുന്നില്ലേ, അത് ഒഴിപ്പിക്കാനുള്ള പൂജ നടത്താനുള്ള സാധനങ്ങളാ ഇതൊക്കെ. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ ഇങ്ങനെ ഒരു പൂജ നടത്തുന്നേ? ഇതൊന്നും ഇവിടെ വേണ്ട, ഇവിടെ പറ്റില്ല ഇതൊന്നും. അതെന്താ? അപ്പോ ശ്രേയച്ചിയുടെ അസുഖം മാറണമെന്നാണോ ആന്റി പറയുന്നത്? അത് പിന്നെ ഇവളുടെ ദേഹത്ത് വന്നു പോകുന്നത് വേറെ ആരുമല്ലല്ലോ, ഗൗരിയല്ലേ. അത് സാരമില്ല, നിങ്ങൾ കരുതിയാ മതി. നിന്നെ മഹി കല്യാണം കഴിച്ചത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഗൗരി ഇവളുടെ ദേഹത്ത് കയറുന്നേ. അതിനെ പൂജ മന്ത്രവാദം നടത്തി ഗൗരി ഒഴിപ്പിക്കൊന്നും വേണ്ട. നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാ മതി. എന്തൊക്കെയാ മഹി ഇവിടെ നടക്കുന്നത്? ഇന്നെന്തോ പൂജയുണ്ടെന്ന് ഗംഗ പറയുന്നു. അതെ, ഒരു മിനിറ്റ്, ഞാൻ ഈ ക്യാഷും കൊടുത്തോട്ടെ. താങ്ക് യു. ശരി സാർ. ശരി. ആ, ഇനി പറഞ്ഞോളൂ, എന്താ പ്രശ്നം? എന്തിനാ ഈ പൂജയും മന്ത്രവാദം ഒക്കെ? ശ്രേയയ്ക്ക് വാദം കയറിയെന്നും പറഞ്ഞ് അവൾ എൻ്റെ ബെഡ്റൂമിൽ വന്ന് കിടക്കുന്നതും ഗൗരിയുടെ സാരി ഉടുത്ത് ഇതിലെ നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അത് അവസാനിപ്പിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. അതിന് പറ്റിയ ഏറ്റവും നല്ല ആളെയാ കൊണ്ടുവരുന്നത്. പടിഞ്ഞാറ്റില്ലത്തെ നാരായണം ഭട്ടതിരി. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മഹി? ആവശ്യമുണ്ട്. ശ്രേയ കാരണം ബുദ്ധിമുട്ടുന്നത് ഞാനാ. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഇത് എൻ്റെ തീരുമാനമാണ്. രാത്രി പൂജ നടക്കും. നടന്നേ പറ്റൂ. മോളെ, നടക്കില്ല അമ്മ, ഇതിന് ഞാൻ നിന്ന് തരില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? എന്തെങ്ങനെയാന്ന് തല്ലുകൊള്ളാൻ ഞാൻ അറിഞ്ഞോണ്ട് നിന്നാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ നീ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഇതുവരെ ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആവും. അതെന്താ നീ ഓർക്കാത്തെ? അതുകൊണ്ട് എന്നെ തല്ലി കൊന്നു പറഞ്ഞ് ഞാൻ ചെല്ലണോ? ആന്റി ഒന്ന് മഹേട്ടനോട് പറ. ആന്റി പറഞ്ഞ മഹേട്ടനെ പൂജയിൽ നിന്ന് പിന്മാറും. അതൊന്നും നടക്കില്ല ശ്രേയെ. മഹി ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്മാറില്ല. എന്ത് കഷ്ടമായത്! മഹിയുടെ ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ലാത്തതാണല്ലോ. പിന്നെ എന്തു പറ്റി? അതാ ഞാൻ പറഞ്ഞത്, ഇത് നിന്നെ പരീക്ഷിക്കാനുള്ള പണി തന്നെയാ. അതിൽ നീ തകർന്നു പോകരുത്. നിന്റെ ശരീരത്തിൽ ഗൗരി ഉണ്ടെന്ന് മഹി വിശ്വസിക്കണം. അത് വിശ്വസിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. എങ്ങനെ സാധിക്കാനാ? അല്ലെങ്കിൽ തന്നെ ആ മന്ത്രവാദി വന്ന് എന്ത് ചെയ്യാനാ? ഇല്ലാത്ത പ്രേതത്തെ അയാൾ എങ്ങനെ ഒഴിപ്പിക്കും? ഇതുവരെ നീ എങ്ങനെയാ എല്ലാവരെയും വിശ്വസിപ്പിച്ചത്? അതുപോലെ തന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അത്തോനെ. എടിമോളെ, നിന്നെ കൊണ്ട് ഈസി ആയിട്ട് സാധിക്കുന്ന കാര്യം ഇത്. നീയൊന്ന് അഭിനയിക്കാൻ എന്റെ മോള് മോശമൊന്നുമല്ലല്ലോ. അമ്മേ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ശരീരം നൊന്തുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. ആ മന്ത്രവാദി എങ്ങനെ എന്നെ തല്ല വന്നുണ്ടല്ലോ, അയാളെ കഥ ഞാൻ കഴിക്കും. അത് തന്നെയാ വേണ്ടത്.
നിന്റെ പ്രകടനത്തിൽ പേടിച്ച് മന്ത്രവാദി ഇറങ്ങി ഓടണം ശ്രേയെ. അങ്ങനെ സംഭവിച്ചാൽ അതോടെ മഹിക്ക് നിന്നെ പരിപൂർണ വിശ്വാസമാവും. ഇത്രമാത്രം ആലോചിക്കാനൊന്നുമില്ല. അമ്മയ്ക്ക് ഉറപ്പാ നീ ഇത് കലക്കും. എടി മോളെ, നീ മണിച്ചിത്രത്താഴ് കണ്ടിട്ടില്ലേ? അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത്. അവസരം കിട്ടിയ ആ ഗംഗയ്ക്ക് കൂടി 2 എണ്ണം കൊടുത്തു. ശരി, ഇനി ഞാൻ തോറ്റു പിന്മാറാനില്ല. എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് ഏത് മന്ത്രവാദിയാണെങ്കിലും പറപ്പിക്കും ഞാൻ. ഈ വിശ്വാസവും ആത്മധൈര്യവുമാണ് വേണ്ടത്. തോൽവി സമ്മതിക്കാൻ എളുപ്പമാണ്, തോൽക്കാതിരിക്കാനാ ബുദ്ധിമുട്ട്. എനിക്ക് ഉറപ്പാ നിനക്ക് വിജയിക്കാൻ പറ്റും. അതെ അതെ, എന്റെ മോൾ ആരാണെന്ന് ഇന്ന് എല്ലാവരും അറിയണം. മന്ത്രവാദിയും കൊണ്ടുവന്ന മഹി പോലും വിറയ്ക്കണം. ആ പിന്നെ അമ്മ പറഞ്ഞത് മറക്കണ്ട, നൈസായിട്ട് ആ പൂതന ഗംഗയ്ക്കിട്ടും കൂടി ഒരു പണി കൊടുത്തേക്ക്. ഈ ശ്രേയ എന്താണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കുള്ള പണി ഞാൻ തരാം. നിനക്ക് മഹിയേട്ടനെ പറ്റിക്കണോ അല്ലേ? റെഡിയാക്കി തരാം ഞാൻ. വരൂ തിരുമേനി. സാധനങ്ങളെല്ലാം എത്തിക്കാൻ പറഞ്ഞിരുന്നു. എല്ലാം എത്തിയില്ലേ? ആ എത്തി. തന്റെ ഭർത്താവ് മഹി ഇവിടെ? അകത്തുണ്ട്. ഗംഗേ, ആ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ തിരുമേനി? ഈ പൂജ നമ്മൾ ആ കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ചെയ്യുന്ന പൂജയാണ്. വിധിപ്രകാരം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ടും തിന്മയെ ഇല്ലാതാക്കാനായതുകൊണ്ടുമാണ് ഞാൻ ഇതിന് കൂട്ടുനിൽക്കുന്നത്. ഇതാണോ മഹി പറഞ്ഞ മന്ത്രവാദി? അവരെന്താ സംസാരിക്കുന്നത്? ഗംഗ സർപ്പക്കാവിൽ പോകണം. ഇവിടെ പൂജ തുടങ്ങുന്ന സമയത്ത് ഗംഗ അവിടെ വിളക്ക് വയ്ക്കണം. ഈ പൂജ കൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ സർപ്പക്കാവിൽ പോയി വിളക്ക് വെക്കാൻ തിരുമേനി. നല്ലത്. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ശരി തിരുമേനി. വരൂ, ഞാൻ പൂജ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. ഗംഗ ഒറ്റയ്ക്ക് സർപ്പക്കാവില് വിളക്ക് വെക്കാൻ പോകും. അപ്പൊ ഗംഗ ഈ രാത്രി സർപ്പക്കാവില് വിളക്ക് വെക്കാൻ പോവല്ലേ? ആ ഭട്ടതിരി ഗംഗയോട് പറയുന്നത് ഞാൻ കേട്ടതാ. അയാള് പറഞ്ഞ സ്ഥിതിക്ക് അവളത് അനുസരിക്കാതിരിക്കില്ലല്ലോ. അതെ, ഗംഗയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വിശ്വാസമാണല്ലോ. എങ്കിൽ ഈ അവസരം നമുക്ക് വിനിയോഗിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഗംഗ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോവാൻ അവസരം നോക്കിയിരിക്കുവാ നകുൽ. നകുലിനൊരു സൂചന കൊടുത്താ ബാക്കി അവൻ നോക്കിക്കോളും. അത് ശരിയാ. ആ ശല്യത്തിനെ ഒഴിവാക്കാൻ ഈശ്വരൻ കാണിച്ചു തന്ന വഴിയായിരിക്കും ഇത്. അല്ലേ നാത്തൂനെ?
അതെ, ഈ കൈലാസത്തിന് യോജിക്കാത്ത മരുമകളെ ഇവിടെ ആവശ്യമില്ല. എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കണം? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നകുലിനെ വിളിച്ച് കാര്യം പറയാം. എന്ന് നീ വേഗം വിളിക്കുക. ഹലോ, നകുലിന് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നീ ഇതുവരെ തന്ന സന്തോഷത്തിന്റെ അനുഭവിക്കുന്നതേ ഉള്ളൂ ഞാൻ. ഇനി എന്താ പുതിയ കാര്യം? നിനക്ക് വേണ്ടത് ഗംഗയല്ലേ? അവളെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസാ വന്നിരിക്കുന്നത്. എന്താണെന്ന് തെളിച്ച് പറ ശ്രേയേ. ഇവിടെ ഇന്നൊരു പൂജ നടക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് രാത്രി സർപ്പക്കാവിലെ വിളക്ക് വെക്കാൻ ഗംഗ തനിച്ചു പോവും. ആ അവസരം നിനക്കുള്ളതാ. സത്യമാണ് നീ പറയുന്നേ? ദേ, വീണ്ടും പണി തരാനാവരുത്. എനിക്ക് ഗംഗയോടുള്ള പക നകുലിന് അറിയാവുന്നതല്ലേ? പിന്നെന്താ സംശയം? ശരി, ഞാനും എൻ്റെ ആൾക്കാരും ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. ഗംഗ ഇന്ന് തന്നെ അവിടുന്ന് കടത്തിയിരിക്കും. അത് മതി. ആ ശല്യം ഇവിടുന്ന് പോയിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ. എങ്കിൽ ഇന്നു മുതൽ നിനക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും. ഓക്കെ. ശരി ശ്രേയ. എന്തു പറഞ്ഞു മോളെ? ഇന്നത്തോടു കൂടി ആ നാശത്തിന്റെ ശല്യം ഈ കൈലാസത്തിൽ നിന്ന് എന്നേക്കുമായി അവസാനിക്കും. ഗംഗ എന്ന പൊതുശത്രു അങ്ങനെ നമുക്കിടയിൽ നിന്ന് അവസാനിക്കുന്നു അല്ലേ? അതെ നാത്തൂനെ. മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം. അവള് സർപ്പക്കാവിലെ പോയി വന്നിട്ടല്ലേ പൂജ നടക്കൂ? അതെനിക്കൊന്ന് കാണണം. ഹലോ ബോസ്. നകുൽ, നിനക്ക് തന്ന അവധികളെല്ലാം കഴിഞ്ഞു. ഇനിയും അവധി പറയാനാണോ വിളിച്ചത്? അല്ല ബോസ്, ഞാൻ തന്ന വാക്ക് ഇന്ന് പാലിക്കുന്നു പറയാനാണ് വിളിച്ചത്. ഇത്തവണ ഗംഗ എൻ്റെ നിന്ന് രക്ഷപ്പെടില്ല. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അവളെ എങ്ങനെ പൊക്കണമെന്ന് അറിയാഞ്ഞിട്ടല്ല, നീ വാക്ക് പാലിക്കുന്ന കരുതിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി അധികം സമയമില്ല. നകുൽ, നിനക്കെന്നെ അറിയാലോ. ബോസ് ഇത്തവണ കൂടി ക്ഷമിക്കണം. ഇനി അബദ്ധം പറ്റില്ല. ഇത്തവണ ഒരു വെറൈറ്റി ടീമാ എനിക്കൊപ്പം ഉള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് ഗംഗയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടായാലും ഗംഗയെ എനിക്ക് വേണം. ഇനി അത് പറയാൻ മാത്രം നീ എന്നെ വിളിച്ചാൽ മതി. ശരി ബോസ്.